പ്രിയ ദൈവമക്കളെ, പരിസമാപ്തിയാകാത്ത ദൈവമഹത്വത്തിൻ്റെയും അനന്തമായ അവൻ്റെ സ്നേഹത്തെയും മുൻനിർത്തി ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ജീവിതയാത്രയിൽ കടന്നു വരുന്നു. എന്നാൽ ബൈബിളിലുടനീളം നമുക്ക് മാതൃകയാക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനും അനേകം വിശ്വാസവീരന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ നിന്ന് വിശ്വാസ പോർക്കളത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച 5 കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഈ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്നു. ലെറ്റ്സ് വെൽക്കം a tiny torch from beginners KG1, KG2 and grade 1. യഹോവയായ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതുവരെ ഏദൻ തോട്ടത്തിൽ ജീവിച്ചു. പാപം ചെയ്ത മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യരാശി വളർന്നു, പാപവും ദുഷ്ടതയും വർദ്ധിച്ചു. വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ നശിപ്പിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചു. എന്നാൽ ആ കാലത്ത് നീതിമാനും നിഷ്കളങ്കനുമായ ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. ദൈവം ആ ദൈവഭക്തനുമായി ഉടമ്പടി സ്ഥാപിച്ചു. പ്രതീക്ഷയുടെ ശില്പിയും സൃഷ്ടിയോടുള്ള പ്രതിബദ്ധതയും പുതിയ തുടക്കങ്ങളുടെ വാഗ്ദാനത്തെയും ഓർപ്പിക്കുന്ന ആ ദൈവഭക്തനെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നോഹ. Ladies and gentlemen, walking the runway is the radiant widow, a symbol of loyalty and resilience. Dressed in a gown that reflects her journey from Moab to Bethlehem, she embodies grace and strength. Her story of devotion to her mother-in-law shines through every step she takes. Her inclusion in the lineage of Jesus underscores her pivotal role in God's plan of salvation. Her legacy as a model of devotion and obedience makes her a significant cornerstone in biblical history. Presenting before you, Ruth. Let's celebrate her courage and commitment, proving that true beauty comes from within. മിസ്രൈമിൻ്റെ അടിമത്ത ജീവിതത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൗത്യമായി മുന്നോട്ട് വന്ന മഹാനായ നേതാവ്, മാനവത്വത്തിനും നീതിനിഷ്ഠയ്ക്കും അടിസ്ഥാനമായ 10 കൽപ്പനകൾ ഏറ്റുവാങ്ങിയവൻ, മരുഭൂമിയിലെ 40 വർഷത്തെ യാത്രയിൽ പ്രതീക്ഷയും വിശ്വാസവും പലപ്പോഴും ചോദ്യചിഹ്നമായിട്ടും ആത്മാർത്ഥതയും കരുത്തും നിറഞ്ഞ നേതാവ്. ദൈവത്തിൻ്റെ വഴികാട്ടലിൽ അദ്ദേഹം ജനത്തെ പ്രതിജ്ഞാബദ്ധമായ കനാൻ ദേശത്തേക്ക് നയിച്ചു. ഇവിടെ ഈ വേദിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു ഒരേ കരുത്തിൻ്റെ പ്രതീകമായ മോശ. Next up, we have a fierce and visionary woman. She was a prophetess and a powerful judge of Israel. She strides with confidence, embodying strength, wisdom, and leadership. Known for her unwavering faith and courage in the face of adversity, she stands tall as a woman who led a nation to victory. Her style is bold, timeless, and commanding, just like her legacy in the Bible. Watch her as she radiates both grace and power, leaving an unforgettable impression. Presenting before the audience, the prophetess and the only female judge of Israel, Deborah. ഇവൻ യഹൂദൻ,
ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവൻ, റോമാ പൗരത്വം കൈവശമുള്ളവൻ, പീഡകൻ നിന്ന് ശക്തനായ ഒരു പ്രസംഗനായി രൂപാന്തരപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ വീണ്ടെടുപ്പിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ശക്തി പ്രകടമാണ്. തൻ്റെ ലേഖനങ്ങളിൽ കൂടെ സ്നേഹം, ത്യാഗം, വിശ്വാസം എന്നിവയുടെ ആഴമേറിയ സന്ദേശങ്ങൾ നൽകി ക്രിസ്തേശുവിൽ അദ്ദേഹം കണ്ടെത്തിയ ശക്തിയുടെ ഓർമ്മപ്പെടുത്തുക. ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോസ്തലനായ പൗലോസ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച ബിബ്ലിക്കൽ ഹീറോസിനെ നിങ്ങളെല്ലാം കണ്ടു എന്ന് കരുതുന്നു. ഈ ദൈവഭക്തർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കകളായി അറിയപ്പെടുന്നു. നോഹ അനുസരണത്തിൻ്റെ മൂലക്കകളായി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു. ദൈവം കൽപ്പിച്ച പ്രകാരം എല്ലാം നോഹ ചെയ്തു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു. റൂത്തിനെ നമ്മൾ വേദപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ മൂലക്കലായി കാണുന്നു. തകർന്നുപോയ ഒരു കുടുംബത്തിനെ കെട്ടിപ്പടുത്തി അനുഗ്രഹവും നിറവുമുള്ള ഒരു ജീവിതമായി മാറ്റുവാൻ റൂത്തിന് സാധിച്ചു. മോശ നെയ്തുപാടത്തിൻ്റെ മൂലക്കലായി നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവവുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുവാൻ മോശയ്ക്ക് സ്ഥാപിച്ചു. ദെബോര ധൈര്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂലക്കലായി ബൈബിളിൽ നാം കാണുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് ഒരു നേതാവിൻ്റെ കുറവ് അനുഭവപ്പെട്ട സമയത്ത് തൻ്റെ നേതുപാടത്തം കൊണ്ട് ആത്മീയമായും അവരെ നയിക്കുവാൻ ദെബോരയ്ക്ക് സാധിച്ചു. പോൾ രൂപാന്തരത്തിൻ്റെ മൂലക്കലായി നമ്മൾ ബൈബിളിൽ കാണുന്നു. ഒരു പീഡകൻ നിന്ന് പ്രസംഗനായി ലോകരാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസനായി രൂപാന്തരപ്പെട്ടു. എന്നാൽ ഇവരെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനമാക്കേണ്ട ഒരേ ഒരു മൂലക്കൽ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സകല വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം ക്രിസ്തുവാകുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം കാണുന്ന പോലെ ക്രിസ്തേശു തന്നെ മൂലക്കായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഈ കൊച്ചുകൂട്ടുകാർ ഒരു ആക്ഷൻ സോങ്ങുമായി കടന്നു വരുന്നു. तुम दिल में ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है। डर के मैं जो जी रहा था, डर से मुझको यीशु ने खींच निकाला, जंजीरों में जो जकड़ा हुआ था, दौड़कर उनको आजाद है किया। डर डर के मैं जो जी रहा था, डर से मुझको यीशु ने खींच निकाला, जंजीरों में जो जकड़ा हुआ था, दौड़कर उनको आजाद है किया।
ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है। हे दिल में जान